ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. എല്ലാവർക്കും നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. നമ്മുടെ ബയോളജിയിൽ കൃഷി എന്നൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പാർട്ട് 1 ആയിട്ട് നമ്മളൊരു 20 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാർട്ടും കൂടിയായിട്ട് നമുക്ക് ചെയ്യാം, കാര്യം ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതിൽ. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫിയിലും ഈ കൃഷി ഉൾപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് LPUP സിലബസ് അനുസരിച്ച് അത് ബയോളജിയിലാണ് തന്നിരിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അത് LDC ആയിക്കോട്ടെ, LPP ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമ്മൾ ഈ കൃഷി എന്നൊരു ടോപ്പിക്ക് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്? ഇത് 2012 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അന്നത്തെ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ 51% ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പഠിച്ചു വെക്കണ്ടേ? 2021 കണക്ക് പ്രകാരം 60%, 51 എന്നുള്ളത് 60% ഭൂമിയാണ് ഇപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഇന്ത്യയുടെ വനവിസ്തൃതി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ 2% ഇന്ത്യയുടെ വനവിസ്തൃതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലോകത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോഴാണ് മൊത്തത്തിൽ, അതായത് ഇന്ത്യ എന്ന സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനമുണ്ട്? 24.62% എന്താണ്? അത് വനമാണ്. ഓക്കെ, അതായത് നമുക്ക് എത്ര 24.62% ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള വനം എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് എത്രയാണ് വേണ്ടത്? 33% വനം വന്നാൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഒരു പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇന്ത്യയുടെ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്നറിയാവോ? കേരളം 13ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യയുടെ വനവിസ്തൃതിയിൽ. അപ്പോൾ ഈ 2% എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ വനവിസ്തൃതി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൽ 2% എന്താണ്? ഇന്ത്യയുടെ വനവിസ്തൃതിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കണക്ക്, നമ്മളിപ്പോൾ ഇത് 2012 ചോദിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ കണക്ക് എന്തായാലും പഠിച്ചു വെക്കണം. ഇത് എത്രയാണ്? 60%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഖാരിഫ് വിള അല്ലാത്തത് ഏത്? ഖാരിഫ് വിള അല്ലാത്തത് നെല്ല്, പരുത്തി, കരിമ്പ്, ഗോതമ്പ്. ഏതാണ് ഖാരിഫ് വിള അല്ലാത്തത്? അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്നും അതേപോലെ റാബി വിളകൾ, സെയ്ദ് വിളകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഖാരിഫ് വിള അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ഗോതമ്പാണ്. ഗോതമ്പെന്ന് പറയുന്നത് എന്താണ്? ഒരു റാബി വിളയാണ്. ഗോതമ്പ് എന്താണ്? ഒരു റാബി വിളയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണെന്ന്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്നത് ഖാരിഫ്, റാബി, സെയ്ദ് ഇവയൊന്നുമല്ല. ഏതായിരിക്കും? ജൂൺ മുതൽ നവംബർ വരെയാണെങ്കിൽ അത് ഓപ്ഷൻ എ ഖാരിഫാണ്. അപ്പം നമുക്കിതൊന്ന് അറിഞ്ഞിരിക്കണം. ഖാരിഫ് ഉണ്ട്, റാബി ഉണ്ട്, സെയ്ദ് ഉണ്ട്. ഖാരിഫ് എന്ന് പറഞ്ഞാൽ ജൂണിൽ തുടങ്ങി നമുക്ക് എന്താണ് സെപ്റ്റംബർ, ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ വരെയായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിനെ നമ്മൾ വിളവെടുക്കും. അതേപോലെ തന്നെ റാബി ആണെങ്കിലോ ഇവിടെ നവംബറിൽ അവസാനിക്കുകയാണെങ്കിൽ റാബി എന്ത് ചെയ്യും? നവംബറിൽ തുടങ്ങിയിട്ട് മാർച്ച് വരെയാണ്. ഓക്കെ, ഇനി സെയ്ദാണെങ്കിലോ സെയ്ദാകുമ്പോൾ ഈ മാർച്ചിൽ തുടങ്ങണം. മാർച്ചിൽ തുടങ്ങിയിട്ട് നമ്മുടെ ജൂൺ വരെയുമാണ്. അപ്പോൾ ജൂൺ ടു നവംബർ, നവംബർ ടു മാർച്ച്, മാർച്ച് ടു ജൂൺ. ഇതാണ് ഖാരിഫ്, റാബി, സെയ്ദ് വിളകളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തതാണ്. അപ്പം നമ്മൾ ആവുന്ന ഏതൊക്കെയാണെന്ന് പഠിച്ചാലല്ലേ അല്ലാത്ത പഠിക്കാനായിട്ട് എളുപ്പമായിട്ട്. അപ്പോൾ ആവുന്ന ഏതൊക്കെയാണ്? ഖാരിഫ് വിളകൾ നിങ്ങൾ കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടാകും, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം ഏതൊക്കെയാണ്. പരുത്തിയുണ്ട്, നിലക്കടലയുണ്ട്, ചണമുണ്ട്, എള്ള്, നെല്ല്, കരിമ്പ്, മഞ്ഞൾ, ചോളം, റാഗി, മില്ലറ്റ്, ബജ്റ, സോയ ഇവയെല്ലാം എന്താണ്? ഖാരിഫ് വിളകളാണ്. അപ്പം നമുക്കിവിടെ അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ല് എന്താണ്? ഖാരിഫ് വിളയാണ്. ഗോതമ്പ് എന്താണ്? ഖാരിഫ് വിളയാണോ? അല്ല, ഇതെന്താണ്? റാബിയാണ്. പുകയില എന്താണ്? അതും ഒരു റാബി വിളയാണ്. പഴവർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ സെയ്ദായിരിക്കും. അതേപോലെ തന്നെ പരുത്തി എന്താണ്? പരുത്തി എന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. അപ്പം അല്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 അല്ലെന്നറിയാം, 4 അല്ലെന്നറിയാം. ഇപ്പം 2ഉം 4ഉം ഉള്ള ഓപ്ഷൻ. ഇപ്പോൾ ഇതല്ല 2ഉം 4ഉം ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് 2ഉമുണ്ട്. ഇനി 3 എന്തായിരുന്നു? കടുക്. അപ്പോൾ കടുക് എന്താണ്? കടുക് ഒരു റാബി വിളയാണ്. അപ്പോൾ ഇവിടെ കടുകുള്ളത് ആൻസർ ഇത് വരും. പിന്നെ ഏതാണ് വരുന്നത്? നിലക്കടല. നിലക്കടല എന്താണ്? പഴവർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞു സെയ്ദാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി 2, 3, 4, 8. അതായത് ഗോതമ്പ്, കടുക്, പിന്നെ ഏതാണ്? പരുത്തിയല്ല, പുകയില, പഴവർഗ്ഗങ്ങൾ. ഇത്രയുമാണ് ഇവിടെ തന്നിരിക്കുന്നതിലും ഖാരിഫ് വിളകൾ അല്ലാത്തത്. അപ്പോൾ ഖാരിഫ് വിളകൾ ഏതൊക്കെ, റാബി വിളകൾ ഏതൊക്കെയെന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഒരു ക്വസ്റ്റ്യൻ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
താഴെ പറയുന്നതിൽ ഖാരിഫ് ഉൾപ്പെടാത്തത് ഏതായിരിക്കും ഉൾപ്പെടാത്തത്? നമ്മളിപ്പോൾ പറഞ്ഞു ഏതൊക്കെയാണ്. നെല്ല്, ചോളം, ഇതെല്ലാം എന്താണ് ഖാരിഫ് വരുന്നതാണ്. ഉൾപ്പെടാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ബി ബാർലിയാണ്. ബാർലി എന്ത് വിളയാണ്? റാബിയാണ്. റാബി വിളയാണ് ഖാരിഫ് പെടാത്തതെന്ന് ചോദിച്ചാൽ, അതായത് ഗോതമ്പ്, പുകയില, ബാർലി, കടുക്, അതേപോലെ പയർവർഗ്ഗങ്ങൾ, ഇവയെല്ലാം എന്താണ്? റാബി വിളകളാണ്. അപ്പം അല്ലാത്തത് ചോദിക്കുകയാണോ, അല്ലാത്തതാണോ ആവുന്നതാണോ ചോദിക്കുക എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇവിടെ അല്ലാത്ത ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ബാർലിയാണ്. റാബി വിളയിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, റാബി വിളയിൽ ഉൾപ്പെടാത്തതെന്ന് പറയുമ്പോൾ ഏത് വരും? കരിമ്പ്, പുകയില, ഗോതമ്പ്, കടുക്. ഗോതമ്പ് എന്താണ്? ഗോതമ്പ് എന്ന് പറയുന്നത് ഒരു റാബി വിളയാണ്. കടുക് എന്താണ്? ഒരു റാബി വിളയാണ്. പുകയില റാബി വിളയാണ്. കരിമ്പ് എന്താണ്? ഒരു ഖാരിഫ് വിളയാണ് കരിമ്പെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ റാബി വിള അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഏതാണ്? കരിമ്പാണ്. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? മഞ്ഞുകാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് വരുന്നത്? അതായത് നമ്മുടെ ശരിക്കും നമുക്ക് മഞ്ഞുകാലം വരുന്നത് ഒരു ഡിസംബർ ആ ടൈമല്ലേ, ഡിസംബർ ജനുവരി. അപ്പോൾ അത് ഏതായിരിക്കും? റാബിയാണ്. നമ്മൾ പറഞ്ഞു റാബി വിളകൾ ഏത് സമയം മുതലാണ്? നവംബറിൻ്റെ മധ്യം മുതൽ, ശൈത്യകാലം മുതൽ വേനലിൻ്റെ ആരംഭമായ മാർച്ച് വരെയാണ്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് റാബിയാണ്. റാബി വിളകൾ വിളവെടുക്കുന്ന സമയം ഏത്? റാബി വിള എപ്പോഴാണ്? നമ്മൾ പറഞ്ഞു മാർച്ചിലാണത് വിളവെടുക്കുന്നത്. അതായത് വേനലിൻ്റെ ആരംഭത്തിലായിരിക്കും. വിളവെടുക്കുന്ന സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ, നമ്മൾ സാധാരണ പറയുന്നത് ഏതാണ്? മാർച്ച്, വേനലിൻ്റെ ആരംഭമാണ് വിളവെടുപ്പ് കാലം. അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ആയിരിക്കും. കാര്യം മാർച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഏപ്രിൽ വരുന്നത്. ആ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ആണ്. ശരിക്കും അത് എപ്പോഴാണ്? മാർച്ച്, വേനലിൻ്റെ ആരംഭമാണ് എന്ത് ചെയ്യുന്നത്? റാബി വിളകൾ വിളവെടുക്കുന്നത്. റാബി വിളയ്ക്ക് ഉദാഹരണം ഏത്? റാബി വിളയ്ക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞു ഏതാണ്? ബാർലി റാബി വിളയാണ്. ഗോതമ്പ്, പുകയില, ബാർലി, കടുക്, പയറുവർഗ്ഗങ്ങൾ ഇവയെല്ലാം എന്താണ്? റാബി വിളകളാണ്. ബജ്രയും ജോവറൊക്കെ എന്താണ്? റാഗിയും അതെല്ലാം എന്തായിട്ട് വരും? ഖാരിഫ് വിളകളായിട്ട് വരും. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനം റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. റാബി വിള ഏറ്റവും വലിയ ഹിൻ്റാണ് റാബി വിള എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ റാബി അല്ലാത്തത് ഏതൊക്കെയുണ്ട്? നെല്ലും ചോളവും റാബി അല്ല. സോ നമുക്ക് ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്യാം. പിന്നെയുള്ള ആൻസർ ഗോതമ്പും ബാർലിയും അല്ലേ തന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനം. സോ ഒബ്വിയസ്ലി നമുക്കറിയാം അത് എന്താണ്? ഗോതമ്പായിരിക്കും. കാര്യം ബാർലി എന്ന് പറയുന്നത് അധികം അങ്ങനെ കൃഷി ചെയ്യുന്നതല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ 2ാം സ്ഥാനം എന്ന് പറയുമ്പോഴേക്കും അത് എന്ത് വരും? ഓപ്ഷൻ എ ഗോതമ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ 26 ഗോതമ്പിൻ്റെ മഴയും അതിൻ്റെ ടെമ്പറേച്ചർ ഒന്നും അറിഞ്ഞില്ലെങ്കിലും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും അതൊന്നൊന്ന് ഇരുത്തി വായിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് എളുപ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ജോഡി ഖാരിഫ് നെല്ലൊരു ഖാരിഫ് വിളയാണ്. ശരിയാണ്. പിന്നെന്താണ്? റാബി പരുത്തി എന്ന് പറയുന്നത് എന്താണ്? പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. സോ ഇതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. സെയ്ദ് പഴവർഗ്ഗങ്ങളാണ്. സോ ഇതും ശരിയാണ്. അപ്പോൾ 1, 3 ആണ് ശരി വരുന്നത്. സോ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി 1, 3 എന്നിവ. ഏത് സസ്യത്തിൽ നിന്നാണ് അഗർ അഗർ എന്ന പദാർത്ഥം ലഭിക്കുന്നത്? ലാമിനേരിയ സെഫലൂറോ സർഗാസം ജെലിഡിയം. 2016 എൽ പി സ്കൂൾ ടീച്ചറിന് ചോദിച്ച ക്വസ്റ്റ്യനാണിത്. ഏത് സസ്യത്തിൽ നിന്നാണ് അഗർ അഗർ ലഭിക്കുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ജെലിഡിയമാണ്. ഓക്കെ, അഗർ അഗർ ഗ്രാസിലേറിയ എന്ന് പറയുന്നതും ജെലിഡിയം എന്ന് പറയുന്ന 2 ആൽഗകളിൽ നിന്നാണ് അത് വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഗ്രാസിലേറിയ തന്നാലും നമുക്ക് ആൻസർ ആയിട്ട് വരും. ഏതൊക്കെയാണ്? ഗ്രാസിലേറിയ, അതേപോലെ തന്നെ എന്താണ്? ജെലിഡിയം. ഇവ രണ്ടുമാണ് അഗർ അഗർ എന്ന പദാർത്ഥം ലഭിക്കുന്ന 2 ഗ്രാസിലേറിയയും ജെലിഡിയയും. അതേപോലെ ആൽഗകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? അതാണ് ഫൈക്കോളജി എന്ന് പറയുന്നത്. ഫംഗസ് ആണെങ്കിൽ എന്ത് വരും? മൈക്കോളജി വരും. ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയിൽ നമ്മൾ വളർത്തുന്ന ഒരു മീഡിയമാണ് എന്തെന്ന് പറയുന്നത്? അഗർ എന്ന് പറയുന്നൊരു സാധനം. ഓക്കെ, ഇനി എന്താണ് ലാമിനേറിയ എന്ന് പറഞ്ഞാൽ? അയഡിനും പൊട്ടാസ്യവും ഒക്കെ ലഭിക്കുന്ന ഒരു ആൽഗയാണ് ലാമിനേറിയ. അപ്പോൾ അതും ചോദിക്കാം. അയഡിനും പൊട്ടാസ്യവും ലഭിക്കുന്ന ആൽഗ ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ലാമിനേറിയാണ്. അയഡിനും പൊട്ടാസ്യവും ലഭിക്കുന്നത്. എന്താണ് സർഗാസം എന്ന് പറയുന്നത്?
അതായത് നമ്മുടെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയിൽ സമ്പുഷ്ടമായൊരു ഇതാണ് സർഗാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സെഫലൂറോസ് എന്ന് പറഞ്ഞാൽ? സെഫലൂറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ആൽഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പാരസൈറ്റിക് ആൽഗയാണ് സെഫലൂറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതേപോലെ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ആൽഗകൾ ഏതൊക്കെയാണ്? അത് ക്ലോറല്ലയും സ്പൈറുലിനെയുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബഹിരാകാശങ്ങളിലൊക്കെ പോകുന്നവർ എന്താണ് ഓക്സിജൻ സ്രോതസ് ആയിട്ട് വളർത്തുന്നത് എപ്പോഴും എന്താണ്? ക്ലോറല്ലയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ എന്തായിരുന്നു ആൻസർ? അഗർ അഗർ എന്ന പദാർത്ഥം എന്തിൽ നിന്നാണ്? ജലഡിയം. അപ്പോൾ ഗ്രാസിലേറിയ, ജലഡിയം, ഈ രണ്ട് പേരും ഓർത്ത് വയ്ക്കുക അഗർ അഗറുമായി ബന്ധപ്പെട്ട്. കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സസ്യമാണ്. ഏതാണ് കാണ്ഡത്തിൽ ആഹാരം? കരിമ്പ്, മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്. നമുക്കറിയാം അല്ലേ, കാണ്ഡം കരിമ്പാണ് ആൻസറായിട്ട് വരുന്നത്. സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് ക്യാരറ്റ്, ചേന, ഉള്ളി, മഞ്ഞൾ. സംഭരണ വേരിൽ സംഭരിച്ച് വെക്കുന്ന ഏതാണ്? അത് ക്യാരറ്റ് ആണ്. ഓക്കെ, അതായത് അപ്പോൾ ക്യാരറ്റ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ നമുക്കിവിടെ ഈ ചേനയും ഉള്ളിയും മഞ്ഞളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് വരും അല്ലേ? കാര്യം ഇതെല്ലാം എന്താണ്? ഭൂമിയുടെ അടിയിൽ ഉണ്ടാവുന്ന. പക്ഷേ ഇവയെല്ലാം എന്താണ്? ഭൂമിക്കടിയിൽ വളരുന്ന കാണ്ഡങ്ങളാണ് ഇവയൊക്കെ. ചേനയുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചി, അതേപോലെ ചേമ്പ്, വെളുത്തുള്ളി, ഇവയെല്ലാം ഭൂമിക്ക് അടിയിൽ വളരുന്ന കാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ്. അതെപ്പോഴും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. സംഭരണ വേരെന്ന് കാണുമ്പോഴേക്കും നമുക്കിത് ഡൗട്ട് വരരുത്. കാര്യം ഇതെല്ലാം ഭൂമിക്കടിയിലാണല്ലോ, അപ്പോൾ അതെല്ലാം വേരല്ലേ എന്ന് ചിന്തിക്കരുത്. ഇനി സംഭരണ വേരുള്ള മറ്റെന്തൊക്കെയാണ്? മധുരക്കിഴങ്ങുണ്ട്, ക്യാരറ്റ്, അതേപോലെ മരച്ചീനി, റാഡിഷ്, ശതാവരി കിഴങ്ങ് എന്നൊക്കെ പറയത്തില്ലേ, ഡാലിയ, പാവൽ, ഇതെല്ലാം എന്താണ്? സംഭരണ വേരുകളുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം ഏത് മേഖലയാണ്? പഴം, പച്ചക്കറി, മത്സ്യബന്ധനം, ഖനിമേഖല, കാർഷിക മേഖല. ഏതാണ് നീലവിപ്ലവം? നീലവിപ്ലവം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മത്സ്യബന്ധനമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? നീലവിപ്ലവം, ഹരിത വിപ്ലവം, ധവള വിപ്ലവം, ഓറഞ്ച് വിപ്ലവം. ഏതാണ്? എന്താ നീലവിപ്ലവം? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, മത്സ്യോൽപാദനമാണ്. മത്സ്യോൽപാദനം. എന്താണ് ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ? അത് നമ്മുടെ പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഹരിത വിപ്ലവം? കാർഷിക മൊത്തത്തിലുള്ള വികസനമായിരുന്നു ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഓറഞ്ച് വിപ്ലവമാണ് ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത്. അപ്പോൾ എന്താണ് ഓറഞ്ച് വിപ്ലവം എന്ന് അറിയണ്ടേ? എന്താണത്? 2004 നവംബർ അവസാനം മുതൽ 2005 ജനുവരി ആദ്യം വരെ ഉക്രൈനിൽ നടന്ന ആഭ്യന്തരവും അതേപോലെ തന്നെ രാഷ്ട്രീയമായ എല്ലാ സംഭവങ്ങളും അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഓറഞ്ച് വിപ്ലവം എന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലുൽപാദനം, പഴം പച്ചക്കറി ഉൽപാദനം, മത്സ്യ ഉൽപാദനം, അതേപോലെ മുട്ട ഉൽപാദനം. ഏതാണ് സുവർണ വിപ്ലവം? അത് നമ്മുടെ പഴം പച്ചക്കറി ഉൽപാദനമാണ് സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് മത്സ്യോൽപാദനം, ക്ഷീരവികസനം, പഴം പച്ചക്കറി, പട്ടുനൂൽപ്പുഴു വളർത്തൽ. ഏതാണ്? ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ളത് ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടതാണ്. നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് എല്ലാം പഠിച്ചു വെച്ചു. ചിലപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഹരിത വിപ്ലവം ഏതാണ്? കാർഷിക ഉൽപാദനം. ധവള വിപ്ലവമാണെങ്കിൽ അത് പാലുൽപാദനം. നീല വിപ്ലവമാണെങ്കിൽ അല്ലേ, കടൽ നീല നിറത്തിലാണ്, സോ മത്സ്യ ഉൽപാദനം. രജത വിപ്ലവം എന്താണ്? മുട്ട ഉൽപാദനം. മഞ്ഞ വിപ്ലവമാണെങ്കിൽ അത് എണ്ണക്കുരുക്കളാണ്. ഗ്രേ വിപ്ലവം വളമാണ്. ബ്രൗൺ വിപ്ലവമാണെങ്കിൽ അത് എന്താണ്? കൊക്കോ, തുകല്, അതിൻ്റെയൊക്കെ ഉൽപാദനമാണ് ബ്രൗൺ എന്ന് പറയുന്നത് അല്ലേ. കൊക്കോയും തുകലൊക്കെ എന്ത് കളറാണ്? ബ്രൗൺ കളറിലല്ലേ. സിൽവർ ഫൈബർ വിപ്ലവമാണെങ്കിൽ എന്താണത്? പരുത്തി ഉൽപാദനം. റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങ്. ചുവപ്പ് വിപ്ലവം ഏതാണ്? മാംസം, തക്കാളി എന്നിവ. സ്വർണ്ണ വിപ്ലവം നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ, പഴം പച്ചക്കറി തേനിൻ്റെയൊക്കെ ഉൽപാദനം. മഴവിൽ വിപ്ലവമാണെങ്കിൽ എന്താണ്? എല്ലാ കളറും ഉണ്ടല്ലേ. അപ്പോൾ എന്താണ്? കാർഷിക മേഖലയെ മൊത്തത്തിലുള്ളൊരു പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയുള്ളതായിരുന്നു. പിങ്ക് വിപ്ലവം എന്താണ്? മാംസവും പൗൾട്രിയും. ചുവപ്പ് വിപ്ലവം മാംസമാണ്, പിങ്ക് വിപ്ലവം മാംസമാണ്. സ്വർണ്ണ ഫൈബർ വിപ്ലവം എന്ന് പറഞ്ഞാൽ ചണവും. സിൽവർ ഫൈബർ ആണെങ്കിൽ അതെന്താണ്? പരുത്തിയുമാണ്. പ്രോട്ടീൻ വിപ്ലവം എന്താണ്? ഉയർന്ന ഉൽപ്പാദനം, അതായത് സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാം ഹരിത വിപ്ലവത്തെയാണ് പ്രോട്ടീൻ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ക്യൂണിക്കൾച്ചർ എന്താണ്? കൂൺ വളർത്തൽ, മുയൽ വളർത്തൽ, പഴം പച്ചക്കറി, ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ. ഏതാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ? മുയൽ വളർത്തലാണ്.
കൂണല്ല, മുയൽ വളർത്തലെയാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാലുൽപാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പ്രസ്താവന 1 ശരി 2 ശരിയല്ല. പ്രസ്താവന 2 ശരി 1 ശരിയല്ല. പ്രസ്താവന 1 2 ശരി. പ്രസ്താവന 1 2 ശരിയല്ല. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതിൻ്റെ ആൻസർ ഏതാണ്? പ്രസ്താവന 1 ശരിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. അതായത് 2020 ഗ്ലോബൽ ആനിമൽ പ്രൊട്ടക്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നറിയാവോ? അത് നമ്മുടെ 2 ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഏത്? നമ്മുടെ ഇന്ത്യ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആട്ടിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഏതാണ്? ഇന്ത്യയാണ്. അതേപോലെ തന്നെ 2019 കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ളതിൽ 1-ാം സ്ഥാനം ഏതിനാണ്? പശ്ചിമ ബംഗാൾ, നമ്മുടെ വെസ്റ്റ് ബംഗാൾ. 2-ാമത്തെ ഏതാണ്? UP. 3-ാമത് വരുന്നത് മധ്യപ്രദേശാണ്. ഓക്കെ. അതേപോലെ ഇന്ത്യയുടെ പാൽത്തൊട്ടി ഏതാണ്? അത് നമ്മുടെ ഹരിയാനയാണ്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ്, ഒരു കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്, കന്നുകാലികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഏത്? ഒഡീഷ എന്ന് പറയുന്നത്. കന്നുകാലികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് വന്നത് എവിടെയാണ്? ഒഡീഷ. ഓക്കെ. ഇനി നമ്മുടെ കുറച്ച് ഇതും കൂടി ഒന്ന് നോക്കിയേക്കാം. എന്താണ് ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞു നമ്മൾ? എന്താണ്? മുയൽ വളർത്തലാണ്. അപ്പോൾ എന്താണ് ഫ്ലോറികൾച്ചർ ആകുമ്പോഴേക്കും അതെന്ത് വരും? പൂക്കളാണ്. എന്താണ് എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ? എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച വളർത്തലിനെയാണ് നമ്മൾ എപ്പികൾച്ചർ എന്ന് പറയുന്നത്. മഷ്റൂം കൾച്ചർ അറിയാമല്ലോ, മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂണാണ്. അപ്പോൾ ഇതെന്താണ്? മഷ്റൂം കൾച്ചറാണ്. അതേപോലെ ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ എന്താണ്? പഴം, പച്ചക്കറികളൊക്കെ എന്നിവയെ ശാസ്ത്രീയമായി വളർത്തുന്നതാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഏതാണ്? മൾബറി ആണെങ്കിൽ മോറിക്കൾച്ചർ. അതേപോലെ തന്നെ മുന്തിരി ആണെങ്കിൽ വിറ്റിക്കൾച്ചറാണ്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം മൾബറി ആണെങ്കിൽ മോറിക്കൾച്ചർ, മുന്തിരി ആണെങ്കിൽ വിറ്റിക്കൾച്ചർ, മണ്ണിര കൃഷിയാണെങ്കിൽ വെർമി കൾച്ചർ, പച്ചക്കറികൾ മാത്രമാണെങ്കിൽ തന്നെ ഒലേറിക്കൾച്ചർ എന്ന് പറയും, കടൽ മത്സ്യകൃഷിയാണെങ്കിൽ തന്നെ മാരിക്കൾച്ചർ എന്ന് പറയും, വനസസ്യങ്ങൾ, വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണമാണെങ്കിൽ അത് സിൽവിക്കൾച്ചർ. അതേപോലെ തന്നെ കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തെയും അവയുടെ വൈവിധ്യം അനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കാർഷിക വിജ്ഞാന ശാഖയാണ് ഏത്? അഗ്രോണമി എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെയാണ്? മഷ്റൂം കൾച്ചർ പറഞ്ഞു. ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്? മുയലാണ്. അതേപോലെ തന്നെ എപ്പികൾച്ചർ തേനീച്ചയാണ്. പിസികൾച്ചർ എന്താ? പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ മത്സ്യം വളർത്തലാണ്. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുനൂൽ പുഴുവിൻ്റെയാണ്. ഓക്കെ. അപ്പോൾ 20 ക്വസ്റ്റ്യൻ എപ്പോഴത്തെയും പോലെ മാർക്ക് എത്രയെന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയും കൂടി വരും. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്